നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഫോടക വസ്തുക്കൾ ടൈമർ ഉപയോഗിച്ച് നിയന്ത്രിച്ചതാണെന്നാണ് സംശയം. ടൈമറിന്റെ ചില അവശിഷ്ടങ്ങൾ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 46-കാരിയുടെ കർണപ്പുടം തകർന്ന നിലയിലാണ്. അപകടനില തരണം ചെയ്തുവെങ്കിലും കേൾവിശക്തി നഷ്ടമായേക്കും. തീവ്രവാദ ആക്രമണമാണ് നടന്നതെന്നും കോൺഗ്രസ് സർക്കാർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര വിമർശിച്ചു. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ കളി ഇല്ലെന്ന് DK ശിവകുമാർ പറഞ്ഞു. കർണാടകയുടെയും ബംഗളൂരുവിന്റെയും പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ശ്രമം. 2022 അടക്കം മംഗലാപുരത്ത് ഉണ്ടായ കുക്കർ സ്ഫോടനം BJP ഭരണകാലത്തായിരുന്നു. അത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ചു. സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ആളെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുകയാണ്. 10 പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. UAPA നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വൈറ്റ് ഫീൽഡിനടുത്തുള്ള ബ്രൂക്ക് ഫീൽഡിലുള്ള പ്രസിദ്ധമായ രാമേശ്വരം കഫേയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:56 സ്ഫോടനമുണ്ടായത്. നിരവധി ആളുകൾ വന്നു പോകുന്ന ഉച്ചഭക്ഷണ നേരത്ത് കൈ കഴുകുന്ന സ്ഥലത്താണ് സ്ഫോടനം നടന്നത്. 2 സ്ത്രീകളടക്കം 3 ഹോട്ടൽ ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കാനെത്തിയവർക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ആണിയും നട്ടും ബോൾട്ടും കണ്ടെത്തിയതോടെ ഫോറൻസിക് ബോംബ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. ഹോട്ടലിലെ CCTV പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 11:45 അജ്ഞാതനായ ഒരാൾ ഹോട്ടലിൽ ഒരു ബാഗ് കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് ഒരു ദൃശ്യം ലഭിച്ചു. ഇതിന് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സ്ഫോടനം ഉണ്ടാകുന്നത്.